ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഇന്ന് അതിനുള്ളൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മുറ കുട്ടിൻ്റെ വളർച്ച, അതാണ് വീഡിയോൻ്റെ ഒരു തംബ്നെയിലിൽ കണ്ടില്ലേ, അതാണ് അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം വളർച്ച ഒരു 6-6.5 മാസത്തിൻ്റെ ടൈമിൽ മുറ കുട്ടിക്ക് വന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. തൃശ്ശൂർ റെജിയേട്ടൻ്റെ ഫാമിൽ നിന്ന് ഡിസംബർ 8 വാങ്ങിയ 2 പോത്തുംകുട്ടികളാണ്. ഇപ്പോൾ 6.5 മാസമായി. ജൂലൈ 8ക്ക് 7 മാസമാവും. അന്ന് വാങ്ങുമ്പോൾ ഒരു കുട്ടിക്ക് 159 kg ആയിരുന്നു, ഒരു കുട്ടിക്ക് 176 kg. 165 ഉറുപ്പ്യാണ് അന്ന് റേറ്റ്. ഇന്നിപ്പോൾ വില കൂടി, അന്ന് ആ വിലയാണ്. നമ്മളിവിടെ മലപ്പുറം മുറ ഫാമിൽ നോക്കി, അവിടെ അന്ന് ഉണ്ടായില്ല. അപ്പോൾ നേരെ പിന്നെ നമ്മൾ ബസ് എടുത്ത് നേരെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാനുള്ള ചാർജ് ഒരു 3000 ഉറുപ്പ്യ. അവിടെ നിന്ന് കിട്ടില്ല ദൂരം. തൃശ്ശൂർ, നമ്മൾ ഇവിടെ പാണ്ടിക്കാടാണ്, മലപ്പുറം പാണ്ടിക്കാട്. ഇപ്പോൾ 6.5 മാസമായി. അത്യാവശ്യം ഇപ്പം അതിൽ നമുക്ക് വന്നത്, അവിടെ ഒരു വേനലിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. അതേപോലെ പുല്ലിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിരുന്നു. നമ്മളെ അടുത്തിവിടെ അടിയിൽ പുല്ലുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് ആ വേനലിൽ, പിന്നെ വേനൽ മഴ വന്നപ്പോൾ നമ്മളെ ഈ സൈഡിലൊക്കെ പറമ്പിലൊക്കെ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ആയി. ഞാൻ വേറെ വർക്ക് ചെയ്യണ്ടേ, അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോസ് യൂട്യൂബിൽ കണ്ട് അങ്ങനെ അതൊന്ന് വാങ്ങിക്കോളാം, ഒന്ന് ചെയ്ത് നോക്കി അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡിൽ വാങ്ങിയതാണ്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു പരിചയമോ കാര്യങ്ങളൊന്നുമില്ല, വളർത്തിൻ്റെ പരിചയം ഒന്നുമില്ല. പണ്ട് കാലത്ത്, നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ വീട്ടിൽ ആടിനൊക്കെ വളർത്തിയ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പരിചയമില്ലാതെ യൂട്യൂബിൽ കണ്ട് മാത്രം വാങ്ങിയതാണ്. ഒരു പരിചയമില്ല, നോക്കാനോ ഇതിന് കൊടുക്കാനോ ഒന്നും അങ്ങനത്തെ ഒരു റോളോ ഒന്നും പരിചയമല്ല. അന്ന് വാങ്ങിയതിന് ശേഷം ഓരോന്ന് പഠിച്ച് ഇപ്പം മരുന്ന് കൊടുക്കണത്, വേറെ കാര്യങ്ങൾ, അപ്പോൾ ഓരോ ഡൗട്ടില്ല യൂട്യൂബിൽ നോക്കും. പിന്നെ അടുത്തുള്ള ഇവിടെ ഉള്ള ആളുകളോട് ചോദിച്ചും, വളർത്തിയ ആളുകളൊക്കെ ചോദിച്ചും, അങ്ങനെ എല്ലാം പഠിച്ച് കുറച്ച് അങ്ങനെ. പിന്നെ ഇതിന് കൊടുക്കണമെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ 1-2 മാസം ഞാൻ എങ്ങോട്ടും കൂടാതെ നിർത്തി. പുല്ലിട്ട് പുല്ലുകുട്ടിയിൽ ഫുള്ള് നിറച്ച് അങ്ങനെയൊന്നും വളർത്തുന്നത്. ഞാൻ വേറെ വർക്കിന് പോകുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ രാവിലെ ലൈവിലെ സമയത്ത് പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വർക്കിന് പോകും, വീട്ടുകാർ ഇട്ട് കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുല്ലിൻ്റെ ഒരു ലഭ്യത കുറവ് വന്നപ്പോൾ പിന്നെ കുറേശ്ശെ പുല്ലിലോടത്ത് കെട്ടലോടത്ത്. അങ്ങനെ ഒരു ദിവസം പകുതി ഫുള്ള് കെട്ടിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്ന് കൊണ്ടുവന്ന് കെട്ടി, ബാക്കിയുള്ള ടൈമിൽ പുല്ല് കൊടുക്കും. അങ്ങനെ വന്ന് അതിൻ്റെ ഇടയിൽ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരത്ത് പച്ചക്കറി വേസ്റ്റ് വൈകുന്നേരം കൊടുക്കും. തവിട് കൊടുക്കും, തവിട് വെള്ളം ഇട്ടിട്ട്. പിന്നെ 1 മാസം 2 മാസത്തോളം ഈ പരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരുത്തി ഉഴുന്ന് പരിപ്പ് മിക്സായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 മാസം. പിന്നെ 3 മാസം, 3-ാമത്തെ മാസം അവിലിൻ്റെ തവിട്, ബീഫ് വേസ്റ്റ് അങ്ങനെ കൊടുത്ത്, അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3-4 മാസം ആയപ്പോൾ അതന്നെ കൊടുത്ത്. ഈ 5-6 ആയപ്പോൾ സോയേൻ്റെ തവിട് കൊടുക്കലെടുത്ത്. വെള്ളത്തിലിട്ടും കൊടുക്കും, അത് കുഴച്ച് അത് മാത്രമായിട്ട് വാങ്ങി. അപ്പോൾ 1, 2, 3, 4 മാസത്തോളം പച്ചക്കറി വേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് 2 മാസം പിന്നെ നിർത്തി. മഴ ചെയ്തപ്പോൾ പിന്നെ അതിൻ്റെ മുന്നായിട്ട് കുറച്ച് നിർത്തി. അതിനുശേഷം അതിൻ്റെ ഗ്യാപ്പിൽ നേരെ ഫ്രൂട്ട്സ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റിന് പകരം ഫ്രൂട്ട് വേസ്റ്റാണ് ആഡ് ചെയ്തു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കൽ. തീറ്റ രീതി
പുല്ല് ഇല്ലോടത്ത് നല്ല കെട്ടിയിട്ട് അങ്ങനെ ചെയ്യലാണ്. പിന്നെ ഈ സോയാ തവിടാണ് രാവിലെയും വൈകുന്നേരമായിട്ട് കൊടുക്കൽ. രാവിലെയും 2 നേരത്ത് കൊടുക്കട്ടോ, 2 നേരം കൊടുക്കലുണ്ട്. പിന്നെ വർക്ക് ഉണ്ടാകുമ്പോൾ നേരം ചിലപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ ആവും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, പാടത്ത് കെട്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ. അതിപ്പോൾ ഒരു മാസമായി അങ്ങനെ. ഇപ്പോൾ മഴക്കാലമാകുമ്പോൾ പിന്നെ വെള്ളം രാവിലെയും വൈകുന്നേരം മാത്രം കൊടുക്കൽ. ഉച്ചക്ക് വെള്ളം കൊടുക്കുക ചിലപ്പോൾ വർക്കിന് പോകുമ്പോൾ, അങ്ങനെ ചില ദിവസങ്ങളിൽ. വർക്കില്ലാത്ത ടൈമിൽ അങ്ങനെ കൊടുക്കലുണ്ട്. അപ്പം നിങ്ങൾ പറയും ഇതിൻ്റെ വളർച്ച എത്രത്തോളം ഇങ്ങനെ ഉണ്ട്, വളർച്ചൻ്റെ കാര്യം എങ്ങനെ എത്ര കണ്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് അടിച്ചാൽ പറയില്ലേ. മുറ ക്രോസ്, മുറ കുട്ടി വളർച്ചേൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഉണ്ട്, 6-7 മാസം കൊണ്ട് വളർച്ച ലഭിക്കുന്നത്. അതേപോലെ ഈ ചന്തയിൽ നിന്ന് വാങ്ങണ പോത്ത് പലവരും പല അഭിപ്രായമാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച അങ്ങനെ പല രൂപത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മെച്ചങ്ങൾ അന്നപ്പോൾ നമുക്കറിയില്ല. നമുക്കൊരു വാങ്ങാന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഇപ്പോൾ 2 കുട്ടി വാങ്ങിയില്ല, 1 വളർച്ച ഉണ്ട്, പക്ഷെ ഒരു കുട്ടീൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വളർച്ച കാണിക്കണില്ല. അത് ഒന്ന് വള്ളം കൂടി ചെറിയൊരു കുറവുള്ള പോലെ ഉണ്ട്. അപ്പോൾ പല ഗുളികയും കൊടുത്തു, കുഴപ്പമില്ല, കയറി വരുന്നുണ്ട്. പക്ഷെ 1ൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ ആ പുള്ളിൻ്റെ ഒരു ക്രോസിൻ്റെ ഒരു മാറ്റമാവും. അങ്ങനെ ഉണ്ട്. ചന്തയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുട്ടീനെ വാങ്ങിയിട്ട് അത്യാവശ്യം ഇതാകുമ്പോൾ എന്താ പറയുക, മുറ ക്രോസ് ആകുമ്പോൾ ഏജ് കാണിക്കില്ല. ചെറിയ വയസ്സ് ചെറിയ പ്രായം ഉണ്ടാവുള്ളൂ, പക്ഷെ വളർച്ച നല്ല ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ 2 വയസ്സിൻ്റെ പ്രായത്തിൽ കൊടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ പെരുന്നാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എത്ര വളർച്ച കണ്ടിന്യൂ, പക്ഷെ നമ്മളാരും കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. കുറേ ആൾക്കാർ കൊടുക്കണ്ടോ, നമ്മളറിയുന്ന ആൾക്കാർ ഒക്കെ ചോദിച്ചു, പക്ഷെ നമ്മൾ നിർത്താൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാന്നുള്ളൊരു അഭിപ്രായത്തേക്ക് അങ്ങനെ വന്ന് ഏകദേശം ഇനി ഇൻഷാ അല്ലാഹ് കൊടുക്കണം. 1 കൊടുക്കണം എന്ന് വിചാരിക്കണം, 1 നിർത്തിയിട്ട്. അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. ഈ വീഡിയോ ചെയ്യുക, അതിൻ്റെ വീഡിയോ ചെയ്യുക, കൊടുക്കാനുള്ള ആ പുള്ളിൻ്റെ വീഡിയോ ചെയ്യണ്ട്. ഇതിൻ്റെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ലാഭമാണോ, ലാഭം എന്നല്ല, ഒരു മുറ ബുള്ള് വാങ്ങിൻ്റെ വളർച്ച അത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയും. എനിക്ക് കണ്ടിട്ട് നമുക്കൊരു ആവേശമാണ്. നമുക്കിത് വളർത്തുമ്പോൾ ഇത് വളർച്ച കാണുമ്പോൾ നമുക്കൊരു ആവേശം, ഒരു ത്രില്ലാണ്. ഇനി കന്നുകാലി വളർത്തൽ ഞങ്ങളെ പരിപാലിക്കുന്നതൊക്കെ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു ആവേശവും ഒരു തൃപ്തിയുണ്ട്. അത് നിങ്ങൾ